ജനസംഖ്യ മാനദണ്ഡമാക്കാൻ നേരത്തെ 1971 സെൻസസ് ആയിരുന്നു മാനദണ്ഡമായി എടുത്തതെങ്കിൽ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കാരണം നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇവിടെ ഓർക്കേണ്ട കാര്യം, BJP സർക്കാർ വന്ന ശേഷമാണ് 2011 ജനസംഖ്യ മാനദണ്ഡമാക്കുന്നത്. നേരത്തെ അത് 1971 സെൻസസ് ആയിരുന്നു മാനദണ്ഡം. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനത്ത് ജനസംഖ്യ കുറഞ്ഞത് അത് കൃത്യമായി നടപ്പാക്കിയതിൻ്റെ പേരിൽ ഒരു ശിക്ഷയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിക്കുന്നതിന് ഇടവരുത്തിയിരിക്കുകയാണ്. കൈവരിച്ച നേട്ടങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്ന നിലയും വന്നിരിക്കുന്നു. ഇതിനു പുറമെ കേന്ദ്ര വരുമാനത്തിൻ്റെ 1/3 സെസ്സുകളും സർചാർജുകളുമാക്കുക വഴി സംസ്ഥാനങ്ങളുടെ വയറ്റത്തടിക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം 41% 15ാം ധനക്കമ്മീഷൻ നിശ്ചയിക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര വരുമാനത്തിൻ്റെ 1/3 ഇപ്പോൾ കഴിഞ്ഞ വർഷം 28.1% സെസ്സും സർചാർജുമായി മാറ്റി. 2014-15 ഇത് വെറും 10%. അപ്പോൾ 14-15 10% സെസ്സും സർചാർജും കഴിഞ്ഞ വർഷമായപ്പോൾ 28.1. അതിനാൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ട തുകയിൽ വലിയ കുറവ് വരുത്തിയിരിക്കുകയാണ്. GST നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ നികുതി അവകാശങ്ങളുടെ 44% അടിയറവ് വെക്കേണ്ടി വന്നത്. എന്നാൽ കേന്ദ്രത്തിന് നഷ്ടമായത് 28% നികുതി മാത്രമാണ്. എന്നാൽ GST നടപ്പിലാക്കിയപ്പോൾ വരുമാനത്തിൻ്റെ 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനത്തിനും എന്ന രീതിയിലാണ് പങ്കുവെക്കപ്പെട്ടത്. ഇതിലൂടെ സംസ്ഥാനത്തിന് അടിയറവ് പറയേണ്ടി വന്ന നികുതി നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കുറഞ്ഞ വരുമാനമാണ് ലഭ്യമായത്. കേന്ദ്രത്തിനെതിരെ നാളെ കേരളത്തിന് സമരം നടക്കാൻ പോവുകയാണ് ജലീൽ. അതിന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നാളെ നടക്കാൻ പോകുന്ന സവിശേഷമായിട്ടുള്ള സമരമാണെന്നും നിലവിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ പോലും കേരളത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ സമീപനം എന്നുൾപ്പെടെയുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.